We are discussing about time-dependent Schrodinger equation. In quantum mechanics, the state of a particle is described by the wave function psi. Schrodinger wave equations are the equations of motion which governs the propagation of matter wave. നമ്മൾ ന്യൂട്ടോണിയൽ മെക്കാനിക്സിൽ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ ഒരു വേവിൻ്റെ മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ഓഫ് മോഷനെയാണ് ഷ്രോഡിഞ്ചേഴ്സ് വേവ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു വേവിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനെയാണ് നമ്മൾ ഒരു വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വേവ് ഫംഗ്ഷൻ നമ്മൾ സൈ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്, വിച്ച് ഈസ് ഡിനോട്ടഡ് ആസ് psi. ഇനി നമ്മളിവിടെ പറയുന്നത് കൺസിഡർ എ പാർട്ടിക്കിൾ മൂവിങ് ഫോർവേഡ് എലോങ് എക്സ് ഡയറക്ഷൻ വിത്ത് മൊമെൻറ്റം പി. ഒരു പാർട്ടിക്കിൾ എന്താണ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണ്, അതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് പി ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വേരിയിങ് പാരാമീറ്റർ നമുക്കറിയാം. എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ വേരിയിങ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ പൊസിഷനും ടൈമും ആയിരിക്കും സ്വാഭാവികമായിട്ടും. അതുപോലെ തന്നെ നമ്മളെന്താണ് സൈ ഓഫ് എക്സ് ടി, അതായത് വേവ് ഫംഗ്ഷൻ നമ്മൾ സൈ ഓഫ് എക്സ് ടി എന്നായിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക. കാരണം സൈനെ വേരി ചെയ്യിക്കുന്നത് അതിൻ്റെ പൊസിഷനും ടൈമുമാണ്. അപ്പോൾ സൈ ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു നമ്മൾ എ ഇ റേസ് ടു ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് നമ്മൾ എഴുതുകയാണ്. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇത് നിങ്ങൾ പഠിക്കണം. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളിതിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അതായത് ഫസ്റ്റ് നമുക്ക് അറിയുന്ന കുറച്ച് ടേംസ് വെച്ച് നമ്മളിവിടെ കേക്കും ഒമേഗയ്ക്കും സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുകയാണ്. നമുക്ക് അറിയുന്ന കുറച്ച് ടേംസ് വെച്ച് കേക്കും ഒമേഗയ്ക്കും സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുകയാണ്. നമുക്കറിയുന്ന കാര്യമാണ് ഒമേഗ എന്ന് പറയുന്നത് 2π ന്യൂ ആണ്. അതുപോലെ തന്നെ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ആണ്. അപ്പം നമുക്ക് ന്യൂന്ന് ഈസ് ഈക്വൽ ടു ഇ ബൈ എച്ച് എന്ന് എഴുതാലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒമേഗ ഇസ് ഈക്വൽ ടു എന്ത് വരും? 2π ഇ ബൈ എച്ച്. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ് എച്ച് ബൈ 2πനെയാണ് നമ്മൾ എച്ച് ക്രോസ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഒമേഗയെ നമ്മൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇ ബൈ എച്ച് ക്രോസ് എന്ന് എഴുതാം. ബിക്കോസ് എച്ച് ബൈ 2π ഈസ് ദി എച്ച് ക്രോസ്. എച്ച് ബൈ 2π ഈസ് എച്ച് ക്രോസ്. ഓക്കെ, ഇത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് കേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അപ്പോൾ കേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ഇക്വേഷൻ എടുക്കുകയാണ്. ദാറ്റ് ഈസ് വി നോ ദാറ്റ് കെ ഈസ് ഈക്വൽ ടു 2π ബൈ ലാംഡ. ഓക്കെ, കെ എന്ന് പറയുന്നത് 2π ബൈ ലാംഡയാണ്. ലാംഡ നമുക്കറിയാം ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ പി ആണ്. അത് നമ്മൾ കെക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ കെ ഇസ് ഈക്വൽ ടു 2π എച്ച് ബൈ പി വരും. അപ്പം പി മോളിക്ക് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്കറിയാം 2π ബൈ എച്ച് എന്ന് പറയുന്നത് 1/h ക്രോസാണ്. അപ്പോൾ കെക്ക് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? പി ബൈ എച്ച് ക്രോസ്. അപ്പോൾ ഒമേഗയ്ക്ക് ഇ ബൈ എച്ച് ക്രോസ്, അതുപോലെ തന്നെ കെക്ക് പി ബൈ എച്ച് ക്രോസ്, അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ സമയത്ത് നമുക്ക് ഇക്വേഷൻ 2 വരും. അതായത് സൈ ബിക്കംസ് എ ഇ റേസ് ടു ഐ ബൈ എച്ച് ക്രോസ് കോമൺ ആണ്. കോമൺ ആക്കി എടുക്കുമ്പോൾ എ ഇ റേസ് ടു ഐ ബൈ എച്ച് ക്രോസ് പി എക്സ് മൈനസ് ഇ ടി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അതായത് നമുക്കറിയാം ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സം ആയിരിക്കും. അപ്പോൾ കൈനറ്റിക് എനർജീനെ നമുക്കറിയാം p² ബൈ 2m നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജീനെ v എന്ന് അതേപോലെ തന്നെ എഴുതാം. അപ്പോൾ എന്താണ്? ഈസ് ഈക്വൽ ടു p² ബൈ 2m പ്ലസ് v. അതാണ് നമ്മളെ നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതൊരു വേവ് ഇക്വേഷൻ ആവണമെങ്കിൽ നമ്മൾ എന്താണ് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് സൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ് ബൈ സൈ, ദെൻ വി ഗെറ്റ് ഇ സൈ ഇസ് ഈക്വൽ ടു p² ബൈ 2m സൈ പ്ലസ് വി സൈ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടെ വേരിയിങ് പാരാമീറ്റർ നമുക്കറിയാം എക്സും ടിയും ആണ് വേരിയിങ് പാരാമീറ്റർ. അപ്പോൾ ഇക്വേഷൻ 2നെ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് 2 വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് p² സൈ കിട്ടും. അതുപോലെ തന്നെ ഇക്വേഷൻ 2നെ വിത്ത് റെസ്പെക്റ്റ് ടു ടി ഒരു വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക്
ഇ സൈ കിട്ടും. അപ്പോൾ പി സ്ക്വയർ സൈയും ഇ സൈയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച ഈ ഒരു ഇക്വേഷൻ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ റെഡി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ഫസ്റ്റ് നമ്മൾ ഇക്വേഷൻ 2നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് 2 വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. കാരണം പി സ്ക്വയർ സൈ എന്ന് ആലോചിക്കുക. പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഉണ്ടല്ലോ. അപ്പോൾ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് 2 വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡോ സൈ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ ഇക്വേഷൻ 2നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സിൻ്റെ ഡിഫറൻഷ്യേഷൻ ഇ റേസ് ടു എക്സ് തന്നെ. അപ്പോൾ എ ഇ റേസ് ടു ഇ ഐ ബൈ എച്ച് ക്രോസ് പി എക്സ് മൈനസ് സി ടിയുടെ ഡിഫറൻഷ്യേഷൻ അത് തന്നെ ഇൻറ്റു ഇതിൻ്റെ മുകളിൽ പോർഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? ഐ ബൈ എച്ച് ക്രോസ് ഇൻറ്റു പി വരും. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ ടിയുടെ ടേം എന്താണ്? അവിടെ ടിയുടെ മൾട്ടിപ്ലിക്കൻ്റ് അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ again differentiating equation 2 with respect to x, then we get dou square psi by dou x square is equal to a e raised to I by h cross px minus et into again ഒരു I by h cross into p കൂടെ വരും. that is I square by h cross square into p square. then I square ഐയുടെ I എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലക്സ് നമ്പർ, that is root of -1. അപ്പോൾ I square എന്തായിരിക്കും? I square എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത്രയും ടേം സൈ ആണ്, നമ്മൾ ഓൾറെഡി എടുത്ത സൈ ആണ് ഇത്രയും ടേം. അപ്പോൾ എന്താണ്? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയറിനെ നമുക്ക് പി സ്ക്വയർ ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു ഇത്ര ടേമിനെ സൈ എന്ന് എഴുതാം. അപ്പോൾ എന്താണ്? മൈനസ് ഐ സ്ക്വയറിനെ -1 ആയിട്ട് ഇവിടെ എഴുതി. അപ്പോൾ എന്താണ്? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു സൈ വരും. ഓക്കെ, നമുക്ക് പി സ്ക്വയർ സൈ ആണ് കിട്ടേണ്ടത്. അപ്പോൾ പി സ്ക്വയർ സൈൻ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് ബാക്കി ടേംസിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 5. ദെൻ നമുക്ക് പി സ്ക്വയർ സൈ കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇ സൈ കിട്ടണം. അപ്പോൾ ഇ സൈ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്? ഇക്വേഷൻ 2നെ വിത്ത് റെസ്പെക്ട് ടു ടി ഒരു വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു എ ഇ റേസ് ടു ഐ ബൈ എച്ച് ക്രോസ് പി എക്സ് മൈനസ് ഇ ടി ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു ടി ആയതുകൊണ്ട് തന്നെ എന്താണ്? ഇവിടെ എക്സിൻ്റെ ടേം കോൺസ്റ്റൻ്റ് ആയിരിക്കും, അത് 0 ആയിട്ട് പോകും. ബാക്കി എന്ത് വരും? ബാക്കി ഐ ബൈ എച്ച് ക്രോസ് ഇൻറ്റു മൈനസ് ഇ വരും അല്ലേ? ഐ ബൈ എച്ച് ക്രോസ് ഇൻറ്റു മൈനസ് ഇ. അപ്പോൾ എന്താ വരിക? മൈനസ് ഐ ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു ഇ സൈ. ഇത്ര ടേം സൈ ആയതുകൊണ്ട് നമുക്കിങ്ങനെ മൈനസ് ഐ ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു മൈനസ് ഐ ബൈ എച്ച് ക്രോസ് ഇൻറ്റു ഇ സൈ വരും. നമുക്ക് ഇ സൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇ സൈനെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇ സൈ ഈക്വൽ ടു എന്ത് വരും? 1 ബൈ മൈനസ് ഐ അല്ലേ? 1 ബൈ മൈനസ് ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ആണ് വരിക. ഡോ സൈ ബൈ ഡോ ടി വരും. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 1 ബൈ ഐ എന്ന് പറയുന്നത് മൈനസ് ഐ ആണ്. 1 ബൈ ഐ എന്ന് പറയുന്നത് മൈനസ് ഐ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 1 ബൈ മൈനസ് ഐ എന്താവും? ഐ ആയിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, 1 ബൈ ഐ മൈനസ് ഐ ആയതുകൊണ്ട് 1 ബൈ മൈനസ് ഐ എന്താവും? ഐ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് 1 ബൈ മൈനസ് ഐ ആണ് വരിക. അപ്പോൾ നമ്മൾ ഇവിടെ ഈ മൈനസ് അങ്ങോട്ട് പോകും. അപ്പോൾ എന്താണ്? ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 6. അപ്പോൾ നമുക്ക് പി സ്ക്വയർ സൈ കിട്ടി, ഇ സൈ കിട്ടി. ഇനി നേരെ ഇക്വേഷൻ നമ്മളുടെ മെയിൻ ഇക്വേഷൻ 3ൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ സൈഡ് സ്ഥാനത്ത് ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു പി സ്ക്വയർ സൈ എന്ന് പറയുന്നത് മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m അല്ലേ? പി സ്ക്വയർ ബൈ 2m ആണ്. അപ്പോൾ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ബൈ 2m പ്ലസ് വി സൈ ദാറ്റ് ഈസ് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഈ ഇക്വേഷനാണ് നമ്മൾ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എക്സ് ഡയറക്ഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ഇനി 3 ഡയമെൻഷൻ ആവുന്ന സമയത്ത് അവിടെ എക്സ് ഉണ്ടാവും, വൈ ഉണ്ടാവും, സെഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ എക്സ് ഉള്ളിടത്തൊക്കെ എന്താവും? എക്സും വൈയും സെഡും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിനെ കോമൺ ആക്കിയിട്ട് ഇങ്ങനെ എഴുതാം. അതായത് ഐ എച്ച് ക്രോസ് ഇൻ 3 ഡയമെൻഷൻ ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ഡെൽ സ്ക്വയർ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ സെഡ് സ്ക്വയർ പ്ലസ് വി സൈ. ഓക്കെ, ഇതാണ് ഇൻ 3 ഡയമെൻഷനിൽ വരുന്നത്. അപ്പോൾ നമ്മളിതിൽ നമ്മളുടെ സൈഡിലെ ടേംസൊക്കെ കോൺസ്റ്റൻ്റ് ആക്കി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മൈനസ് ആർ എച്ച് എസ്സിൽ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ പ്ലസ് വി എന്നുള്ള ബ്രാക്കറ്റിൽ അങ്ങനെ ഒരു ടേം കിട്ടും.
ഇതിനാണ് നമ്മൾ ടോട്ടൽ എനർജി ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി സി ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ പ്ലസ് വിയുടെ സ്ഥാനത്ത് ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി സി ഈക്വൽ ടു എച്ച് സൈ എന്ന് എഴുതാം. എച്ച് എന്ന് പറയുന്നത് ഈ ബ്രാക്കറ്റിലുള്ള ടേമാണ്. ഓക്കെ, ഇത്രയും ആണ് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഓക്കെ.